പ്രവീൺ ഏതായാലും വളരെ ദുർഘടമായ ഒരു തിരച്ചിൽ കൂടിയായിരുന്നു എന്നാണ് പ്രവീൺ ഇന്നലെ ഇത് റിപ്പോർട്ട് ചെയ്യുമ്പോഴും പറഞ്ഞത്. ഇപ്പോൾ കുടുംബത്തിന്റെ പ്രതികരണം എന്താണ്? ഗുഡ് മോർണിംഗ്. ഞാനിപ്പോൾ നിൽക്കുന്നത് തോമസ് ചെറിയാന്റെ ഇലന്തൂരിലെ വീട്ടിലാണ്. ഇന്നലെ രാത്രിയാണ് തങ്ങളുടെ സഹോദരന്റെ മൃതശരീരം കണ്ടെത്തിയതായിട്ടുള്ള ഒരു വിവരം സൈന്യത്തിൽ നിന്നും ഈ കുടുംബാംഗങ്ങൾക്ക് ലഭിച്ചത്. നമുക്കറിയാം, നീണ്ട 56 വർഷങ്ങൾക്ക് ശേഷം സഹോദരന്റെ മൃതദേഹം ലഭിച്ചു എന്ന് പറയുമ്പോൾ ആ കുടുംബാംഗങ്ങളുടെ, ആ സഹോദരങ്ങളുടെ മനസ്സിൽ എന്താണ് എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയില്ല. നമ്മളോട് ആദ്യം അവർ പ്രതികരിച്ചപ്പോൾ പറഞ്ഞത് മനസ്സിൽ സന്തോഷമുണ്ട്, ഒപ്പം തന്നെ ദുഃഖവുമുണ്ട് എന്നുള്ളതാണ്. അതായത് ഒരു സമ്മിശ്ര വികാരം എന്ന് തന്നെ പറയാം. ഇപ്പോൾ എല്ലാ കുടുംബാംഗങ്ങളും നമ്മോടൊപ്പമുണ്ട്. അവരെ സംബന്ധിച്ച് ഇതൊരു അത്ഭുതം എന്ന് തന്നെ പറയാം. കാരണം അന്ന് 1968 ഈ വിമാനാപകടം സംഭവിച്ചപ്പോൾ സൈന്യത്തിൽ നിന്നും അറിയിപ്പ് വന്നത് വിമാനാപകടം സംഭവിച്ചു, ആൾ കാണുവാനില്ല എന്നുള്ളതാണ്. ഇത്രയും നാളായിട്ടും അദ്ദേഹം ഇനി ജീവിച്ചിരിപ്പുണ്ടോ, എവിടെയാണ് എന്നുള്ളൊരു ആശങ്ക ഈ കുടുംബാംഗങ്ങൾക്ക് ഉണ്ടായിരുന്നു. എത്രയോ വർഷങ്ങൾ കഴിഞ്ഞുപോയി. ഇപ്പോഴും ഈ കുടുംബാംഗങ്ങൾക്കെല്ലാം ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. തങ്ങളുടെ സഹോദരൻ എവിടെയോ ജീവിച്ചിരിപ്പുണ്ട്, ഒരിക്കലെങ്കിലും തിരിച്ചു വരുമെന്ന്. ഇന്ന് അദ്ദേഹം ജീവിച്ചിരിക്കുകയായിരുന്നെങ്കിൽ 70-ലധികം വയസ്സ് പ്രായമുണ്ടായിരുന്നു. 22 വയസ്സുള്ളപ്പോഴാണ് ഈ വിമാന അപകടം അദ്ദേഹത്തിന് സംഭവിച്ചത്. അദ്ദേഹം വ്യോമസേനയിൽ ക്രാഫ്റ്റ്സ്മാൻ ആയിരുന്നു, ആ തസ്തികയിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. 3 വർഷം സൈന്യത്തിൽ ഉണ്ടായിരുന്നു. ട്രെയിനിങ്ങിന് ശേഷം ആദ്യ പോസ്റ്റിങ്ങിൽ സ്ഥലത്തേക്ക് ജോയിൻ ചെയ്യുന്നതിന് വേണ്ടി വിമാനത്തിൽ പോകവെയായിരുന്നു ആകസ്മികമായി ഈ വിമാന അപകടം സംഭവിച്ചത്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സഹോദരി മേരി തോമസ് നമ്മോടൊപ്പമുണ്ട്. അമ്മയെ, നിങ്ങളെ സംബന്ധിച്ച് നേരത്തെ പറഞ്ഞതുപോലെ ദുഃഖവുമുണ്ട്, ഒപ്പം തന്നെ അല്പം ആശ്വാസവുമുണ്ട്. ഇതറിഞ്ഞപ്പോൾ മനസ്സിൽ എന്താണ് തോന്നിയത്? മനസ്സിൽ ഒരു ആദ്യം വിഷമമാണ് തോന്നിയത്, കിട്ടി എന്ന സന്തോഷം കൊണ്ടുള്ള ഇത്. പിന്നെ സങ്കടവുമുണ്ട്. പിന്നെ ഇപ്പം ഞങ്ങൾക്ക് ഇത് കിട്ടി, ഞങ്ങളുടെ കല്ലറയെ കൊണ്ട് വെക്കാമെന്ന്, എൻ്റെ അപ്പൻ്റെ അമ്മയുടെയും കൂടെ സഹോദരൻ്റെ കൂടെ കൊണ്ട് വെക്കാമല്ലോ എന്നുള്ള ഒരു സന്തോഷവുമുണ്ട്. ബിനിൽ, ഇവർ 5 മക്കളാണ്. അതായത് 4 ആൺമക്കളും 1 സഹോദരിയും. അതായത് 4 ആങ്ങളമാർക്ക് ഒറ്റപ്പെങ്ങൾ. ആ പെങ്ങളാണ് ഈ നിൽക്കുന്നത്. അതിൽ 4 ആങ്ങളമാരിൽ ആ സമയത്ത് ഒരു ആങ്ങള വ്യോമസേനയിൽ ഉണ്ടായിരുന്ന ഒരാൾ മിസ്സിംഗ് ആയി എന്ന് പറയുമ്പോൾ ആ സഹോദരിയുടെ വേദന നമുക്ക് ഓർക്കാവുന്നതേ ഉള്ളൂ, നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇത് ഇന്നലെ പോലീസ് സ്റ്റേഷനിൽ നിന്നും, ആറന്മുള പോലീസ് സ്റ്റേഷനിൽ നിന്നും വിവരം ലഭിക്കുന്നു. പിന്നീട് സൈന്യത്തിൽ നിന്ന് തന്നെ ഔദ്യോഗികമായിട്ട് അറിയിപ്പ് വരുന്നു. അന്ന് അദ്ദേഹത്തിന് 22 വയസ്സുള്ളപ്പോഴാണല്ലോ ഇത് നടന്നത്. അന്ന് അമ്മയ്ക്ക് എത്ര പ്രായമുണ്ടായിരുന്നു? എനിക്ക് 12 വയസ്സ്. എനിക്ക് 12 വയസ്സ് ഉണ്ടായിരുന്നു. ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുമായിരുന്നു. അന്ന് സൈന്യത്തിൽ പോകുന്ന കാര്യങ്ങളൊക്കെ ഓർക്കുന്നുണ്ടോ? ഓർക്കുന്നുണ്ട്. പോകുന്നതും ലാസ്റ്റില് വീട്ടിൽ വന്നേച്ച് കുറച്ച് ദിവസം നിന്നേച്ച് പോകുന്നതും അതൊക്കെ ഓർമ്മയുണ്ട്. ഒരു ഫോട്ടോയും എടുത്ത് വെച്ച് എല്ലാം ഫ്രെയിം ചെയ്ത് വെച്ചാ പോയത് പുള്ളി. ആ ഫോട്ടോ ഇപ്പോൾ കയ്യിലില്ല അല്ലേ? ഫോട്ടോ കയ്യിലില്ല. ഞങ്ങൾക്ക് അത്ര ഒരു ചിന്തയും വിചാരം ഇല്ലാതായിപ്പോയി. ഇപ്പൊ അതിനെപ്പറ്റി ചിന്തിക്കുക. അന്ന് സൈന്യത്തിൽ പോയതിനു ശേഷം അദ്ദേഹം എഴുത്തുകളൊക്കെ എഴുതുമായിരുന്നു. എല്ലാവരോടും ഭയങ്കര സ്നേഹമുള്ള ആളായിരുന്നു. എൻ്റെ സഹോദരൻ്റെ വീട്ടിലായിരുന്നു പുള്ളി നിന്നതുമൊക്കെ വളർന്നത്. അപ്പോൾ അവിടെയും എഴുത്തയക്കും, നമുക്കും എഴുത്തയക്കും ഒരേപോലെ. അന്ന് ഈ കുറച്ച് പൈസയൊക്കെ ഈ ട്രെയിനിങ് സമയത്ത് കിട്ടിയ 2 പേർ അപ്പച്ചന് അത് അയച്ചു കൊടുക്കുമായിരുന്നു. അപ്പച്ചനത് സൂക്ഷിച്ചു വെച്ചു മോന്. പിന്നെ ഈ മരണം അറിഞ്ഞ അപ്പച്ചന് ഭയങ്കര സങ്കടവും വിഷമവും എല്ലാം ആയി. അങ്ങനെ പിന്നെ ട്രെയിനിങ്ങിന് ശേഷം അദ്ദേഹം അറിയിച്ചിരുന്നല്ലോ, ഞാൻ ജോലിയിൽ പ്രവേശിക്കാൻ പോവുകയാണ്. അതിന്റെ കാര്യത്തിനായിട്ടാണ് വിമാനത്തിൽ യാത്ര ചെയ്തത്. അപ്പോൾ ആദ്യത്തെ പോസ്റ്റിങ് പോവാ ചണ്ഡീഗറിൽ നിന്ന്. അവിടെ ചെന്നിട്ടും എഴുത്തിട്ടു, ഞാനിനിയും ലഡാക്കിലെ ലേയിലേക്ക് പോവുകയാണെന്നും പറഞ്ഞു. അപ്പോൾ പിറ്റേ ദിവസം ഈ പത്രത്തിൽ ഈ പ്ലെയിൻ മിസ്സിങ് ആയത് 45, അതും പറഞ്ഞു 45 മിനിറ്റ് മതി അവിടെ ചെന്നിറങ്ങാൻ. അന്ന് ഇന്ത്യയിലുള്ള ഏറ്റവും വലിയ പ്ലെയിനാണ്. 98 ആളും അതിൻ്റെ മറ്റാൾക്കാരും കൂടെ, അതായി 103 ആളെന്ന് പറയുന്നു. അപ്പോൾ അന്ന് ഈ പേരും ഇതിനകത്ത് വന്നു, തോമസ് ചെറിയാൻ. അപ്പം അച്ഛൻ രാവിലെ പത്രം എടുത്ത് വായിക്കും. അച്ഛൻ ഇങ്ങനെ പറയുകയും ചെയ്തു, നമ്മുടെ മോൻ്റെ പേരാണല്ലോ ഈ കിടക്കുന്നത്. ഓർക്കുന്നു. അച്ഛന് അങ്ങനെ ഞങ്ങളെ ഒരു നല്ല ശീലത്തിൽ വളർത്തി. അച്ഛൻ പത്രം വായിച്ച് കേൾപ്പിക്കുകയും എല്ലാ കാര്യങ്ങളും പൊതുവേ നമ്മളെ അങ്ങനെ കൊണ്ടു നടക്കുന്നത്. പിന്നെ എന്നെ ഇച്ചിരൂടെ ഈ 4 ആങ്ങളമാർക്ക് ഒരു പെങ്ങളല്ലേ ഉള്ളൂ. 2 അപ്പന്മാരും ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. അച്ഛൻ്റെ ജ്യേഷ്ഠനും കൂടെ ഞങ്ങളെ എല്ലാവരെയും വളർത്തിയത്. അന്ന് ഇങ്ങനെ ഒരു അപകടം സംഭവിച്ചതിന് ശേഷം സൈന്യത്തിൽ നിന്നും ഒരു അറിയിപ്പൊന്നും വന്നിരുന്നല്ലോ. ടെലഗ്രാം ഒക്കെ ആണല്ലോ അക്കാലത്തുണ്ടായിരുന്നത്. അതൊക്കെ എങ്ങനെയായിരുന്നു? അത് ടെലഗ്രാം വന്നത് നമ്മുടെ എലന്തൂർ ചന്തയിലായി ടെലഗ്രാം വരുന്നത്.
അന്ന് അമ്മയുടെ പേര് ഏലമ്മയെന്നും പറഞ്ഞു. അമ്മയുടെ പേരാന്ന് ആങ്ങളെ അവിടെ പറഞ്ഞു കൊടുത്തിരുന്നത്. അപ്പോൾ ആ ഇത് വന്നപ്പോൾ അവിടെ ആർക്കും അറിയത്തില്ല. നമ്മുടെ ഒടാലിൽ നിന്നുള്ള ഇതിനൊപ്പം അറിയാനുള്ളത് ഈ മൃതദേഹം എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിവരങ്ങൾ ആർമി ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് പോലീസിലേക്ക് അറിഞ്ഞിട്ടുണ്ടോ, പോലീസ് അത് അറിയിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യമാണ് അറിയാനുള്ളത്. ആ കാര്യം കൂടി ഒന്ന് ചോദിക്കാമോ അവരോട്? ബിനിൽ, ഇന്നലെ ഏതായാലും ആറന്മുള പോലീസ് കുടുംബാംഗങ്ങളുമായി സംസാരിച്ചിരുന്നു. പ്രധാനമായും സൈന്യം ആദ്യം ഇക്കാര്യം അറിയിച്ചത് ആറന്മുള പോലീസ് സ്റ്റേഷൻ SHO ആയിരുന്നു. അതിനുശേഷം സൈന്യം അറിയിച്ചത് ഈ കുടുംബാംഗങ്ങളുടെ മേൽവിലാസം ഒപ്പം തന്നെ ഫോൺ നമ്പർ അത് അന്വേഷിച്ച് കണ്ടെത്തുക എന്നുള്ളതായിരുന്നു. SHO ആറന്മുള പോലീസ് അത് ഈ കുടുംബാംഗങ്ങളുമായി നേരിട്ട് ബന്ധപ്പെട്ടു. പോലീസ് ഇവിടെ വീട്ടിലേക്ക് നേരിട്ടെത്തിയിരുന്നു. പിന്നീട് കുടുംബാംഗങ്ങളുടെ മേൽവിലാസം ഒപ്പം തന്നെ ഫോൺ നമ്പർ എല്ലാം സൈന്യത്തിന് കൈമാറിയിരുന്നു. അതിനുശേഷം സൈന്യം കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ടിരുന്നു. ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത് തോമസ് ചെറിയാന്റെ സഹോദരനായിട്ടുള്ള തോമസ് ആണ്. സൈന്യത്തിൽ നിന്നും ഒരു അറിയിപ്പ് വന്നിരുന്നു ഇന്നലെ അറിയിപ്പ് വന്നിരുന്നു. അവരെന്താണ് സൂചിപ്പിച്ചത്? അവർ സൂചിപ്പിച്ച ഇങ്ങനെ ഒരു ഇങ്ങനെ ബോഡി കിട്ടിയിട്ടുണ്ട്, അത് അധികം താമസിക്കാതെ നിങ്ങളത് ഇവിടെ എത്തിക്കാമെന്നാണ് പറഞ്ഞു. ഫർദർ ഇൻഫർമേഷൻ തരാമെന്നാണ് പറഞ്ഞു. അവർക്കും കറക്റ്റായിട്ട് എവിടെയാണെന്നറിയത്തില്ല. ഞങ്ങൾക്ക് വന്നത് സെക്കൻഡറാബാദിൽ നിന്നാണ് ഇതിൻ്റെ ഇൻഫർമേഷൻ വന്നത്. എത്ര സമയമെന്നവർ പറയുന്നുണ്ടോ ഭൗതിക ശരീരം എത്തിക്കാൻ? സമയം എന്ന് പറഞ്ഞിട്ടില്ല. ബോഡി ഉടനെ അധികം താമസിക്കാതെന്ന് പറഞ്ഞു. അത്രേ ഉള്ളൂ. ഓക്കെ. അതിനുശേഷം സംസ്കാര ചടങ്ങ് നടത്താനാണ്. അതെ. ബിനിൽ, ഒരു കാര്യം കൂടി, ഈ വിമാനത്തിൽ 100-ലധികം യാത്രക്കാരുണ്ടായിരുന്നു. അതിൽ ആകെ 9 പേരുടെ മൃതദേഹങ്ങൾ മാത്രമേ ഇത്രയും വർഷത്തിനിടയിൽ കണ്ടുകിട്ടിയിട്ടുള്ളൂ. ഇപ്പോൾ തോമസ് ചെറിയാന്റെ മൃതദേഹം കണ്ടുകിട്ടിയ കൂട്ടത്തിൽ മറ്റ് 3 പേരുടെ മൃതദേഹങ്ങൾ കൂടി കണ്ടുകിട്ടിയിട്ടുണ്ട്. പക്ഷേ അതിൽ 3 പേരുടെ മൃതദേഹങ്ങൾ മാത്രമേ തിരിച്ചറിയാൻ സാധിച്ചിട്ടുള്ളൂ. ഉറപ്പായിട്ടും ഇത്ര വർഷം കഴിഞ്ഞിരിക്കുകയാണ്. പ്രവീൺ ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ 56 വർഷം എന്ന് പറയുന്നത് നമുക്കൊന്നും ചിന്തിക്കാനാവാത്ത ഒരു കാലഘട്ടമാണ്. അപ്പോൾ അത് റോത്തങ് പാസിലാണ് അത് വീണിട്ടുള്ളത്. ഹിമാചൽ പ്രദേശിലെ റോത്തങ് പാസിലാണ് ആ വിമാനം, ഇന്ത്യൻ എയർഫോഴ്സിന്റെ ആ വിമാനം ഈ ദുരന്തത്തിൽപ്പെട്ട് തകർന്ന് വീഴുകയും ചെയ്തത്. അത് ഈ മഞ്ഞിൽ കിടന്നതുകൊണ്ടാകാം. അതീവ ദുഷ്കരമായ തിരച്ചിൽ കൂടിയാണ്. ഉറപ്പായിട്ടും ആ തിരച്ചിൽ വളരെ ദുഷ്കരമായിരുന്നു. അന്ന് നിരവധി വലിയ രീതിയിൽ തിരച്ചിൽ നടത്തുകയും സർവ്വസന്നാഹങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള തിരച്ചിൽ ഉൾപ്പെടെ നടത്തുകയും ചെയ്തെങ്കിലും കണ്ടെത്താനായില്ല. പിന്നീട് ഇപ്പോഴാണ് ഒടുവിൽ അത് കണ്ടെത്തുകയും ചെയ്തിട്ടുള്ളത്. മറ്റ് മൃതദേഹങ്ങൾ ഉൾപ്പെടെ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ആ നടപടികൾ ഉൾപ്പെടെ പൂർത്തിയായതിനു ശേഷമായിരിക്കും ഒരുപക്ഷെ ഇദ്ദേഹത്തിൻ്റെ മൃതദേഹം ഇങ്ങോട്ടേക്ക് തന്നുവിടുക. 22 വയസ്സായിരുന്നു അപകടത്തിൽപ്പെട്ടപ്പോൾ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.